ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ എൻ്റെ റൂംമേറ്റ് കടന്ന് ഉറങ്ങുകയാണ്. ഇത് രാവിലെ ഒരു 7 മണി സമയമായി. അപ്പം ഞാൻ ഓർത്തു ഇന്ന് നമ്മുടെ Q&A വീഡിയോ തന്നെയാണ്, പക്ഷേ എനിക്കൊരു സ്ഥലം വരെ പോകാനുണ്ട്. അപ്പം ഞാൻ ഓർത്തു എന്നാൽ പിന്നെ ഓരോരോ ക്വസ്റ്റ്യൻ ഓരോരോ സമയമായിട്ടങ്ങ് പറയാമെന്ന്. എല്ലാം കൂടെ ഒരുമിച്ച് ഒറ്റ ഇരിപ്പിനിങ്ങനെ ഇരുന്ന് പറയണമെന്നില്ലല്ലോ. അപ്പം ഞാൻ അതാ ഓർത്ത്. അപ്പം നമ്മളിപ്പോൾ ജസ്റ്റ് എണീറ്റതേ ഉള്ളൂ. അപ്പം നിങ്ങളൊക്കെ എൻ്റെ തൊണ്ടയ്ക്ക് ഇങ്ങനെ ഇടക്കിടക്കാണ്, കാരണം ഇപ്പോൾ എണീറ്റതല്ലേ ഉള്ളൂ. അപ്പം ഞാൻ ഓർത്ത് എണീക്കുമ്പോൾ തന്നെ ഒരു ക്വസ്റ്റ്യൻ ആകും, ഫ്രഷ്. ഓക്കെ, അപ്പോൾ നമ്മൾ അഗൈൻ Q&A പാർട്ട് 2 ആണ്. ഇതിൻ്റെ അകത്തൊരു 10-15 ക്വസ്റ്റ്യൻസും കൂടെ ആൻസർ ചെയ്യും. അതാണ് നമ്മൾ മിക്കവാറും ഇത് വൈൻഡപ്പ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ പറഞ്ഞേക്കുന്നത് സ്നേഹ കെ നായരാണ്. ഇച്ചിരി കിച്ച് വന്നതാണ്. ഓക്കെ, സ്നേഹ കെ നായരാണ്. ചേച്ചി എനിക്ക് ചേച്ചിയുടെ സംസാരമായി ലൈക്ക് ഇറ്റ്. താങ്ക് യു സോ മച്ച് കുട്ടാ. ചേച്ചി യൂട്യൂബ് തുടങ്ങാം എന്ന് തീരുമാനിച്ചതിൻ്റെ കാരണം എന്താണെന്ന് പറയാമെന്ന്. ഓക്കെ, സോ ഞാൻ എങ്ങനെയാണ് യൂട്യൂബ് തുടങ്ങുന്നത്? സോ ഇതിൻ്റെ പ്രോപ്പറായിട്ടുള്ള ആൻസർ ഞാൻ എൻ്റെ 2000 സബ്സ്ക്രൈബേഴ്സ് ആയ സമയത്ത് ഞാൻ തന്നെ സ്വന്തം ഒരു കേക്ക് മേടിച്ചിട്ട് കട്ട് ചെയ്തിട്ട് ഞാൻ തിന്നായിരുന്നു. ആ സമയത്ത് ഞാൻ ഫുൾ കഥ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇപ്പം ഞാൻ ഷോർട്ടായിട്ട് പറയാം. ആ വ്ളോഗ് ഉണ്ട് കേട്ടോ, 2000 സബ്സ്ക്രൈബേഴ്സ് സെലിബ്രേഷൻ്റെ എൻ്റെ വ്ളോഗിൻ്റെ അകത്ത് ഫുൾ കഥ ഞാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇപ്പം ഞാൻ ഒന്നുകൂടെ പറയാം. എനിക്ക് പണ്ട് തൊട്ടേ എനിക്കിഷ്ടമായിരുന്നു ഇങ്ങനെ എന്താ പറയുക, യൂട്യൂബ് തുടങ്ങുക, അല്ലെങ്കിൽ ക്യാമറയെ ഫേസ് ചെയ്യുക എന്നൊക്കെ പറയുന്ന കാര്യങ്ങൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. പക്ഷേ എനിക്ക് എൻ്റെ ഇൻസെക്യൂരിറ്റീസും ഇൻഹിബിഷൻസും ആ സമയത്തൊക്കെ ഞാൻ ആൾക്കാർ പറയുന്നത് നോക്കും, അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കാരണം എന്നെ ഇങ്ങനെ പുൾ ബാക്ക് ചെയ്യും. എന്നെപ്പറ്റി ഒരാൾ എന്ത് പറഞ്ഞാലും എന്ത് പറഞ്ഞാലും എന്നെ അത് എഫക്റ്റീവ് ആയിരുന്നു. ഇതൊട്ടും ലൈറ്റ് ഇല്ലല്ലേ, ഇപ്പോഴാണ് ഞാൻ നോട്ടീസ് ചെയ്യുന്നത്. ഓക്കെ, എന്ത് പറഞ്ഞാലും എന്നെ എഫക്റ്റീവ് ആയിരുന്നു. അപ്പോഴത്തേക്കാണെങ്കിൽ ഞാൻ ഓർത്തു എന്നാൽ പിന്നെ വേണ്ട, കാരണം വെറുതെ എന്തിനാണ് നമ്മൾ എന്താ പറയുക സങ്കടപ്പെടുന്ന രീതിയിൽ ഞാൻ ഒരിക്കലും ആൾക്കാർ പറയുന്നത് കേട്ടിട്ട് ഞാൻ എൻ്റെ ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യത്തില്ലായിരുന്നു. പിന്നെ എനിക്ക് കുറച്ച് കഴിയുമ്പോൾ മനസ്സിലായി, ഇതൊന്നും നല്ല കാര്യം, ഇവരൊക്കെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് തരുന്ന ഒന്നുമല്ല, നമ്മുടെ ജീവിതത്തിൽ ആരുമല്ല, ജസ്റ്റ് റാൻഡം കുറച്ച് ആൾക്കാരാണ്. അപ്പം അങ്ങനെ ഒരു റിയലൈസേഷൻ വന്നു. പിന്നെ എൻ്റെ ഒരു കസിൻ ചേട്ടനാണ് ആദ്യം ഒരു ഇനീഷ്യൽ പുഷ് തരുന്നത്. നീ തുടങ്ങി നോക്ക്, യൂട്യൂബ് ചെയ്ത് നോക്കുന്നൊക്കെ പറഞ്ഞിട്ട്. എൻ്റെ അമ്മയുടെ ബ്രദറിൻ്റെ മോനാണ്. അപ്പം അങ്ങനെ ചേട്ടനും കൂടെ ഒന്ന് പുഷ് കിട്ടിയപ്പോഴത്തേക്കും ഞാൻ തുടങ്ങി. അങ്ങനെയാണ് എൻ്റെ യൂട്യൂബ് ജേർണി സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഈ ഞാലൊക്കെ മാറ്റി ഞാൻ ബ്രഷ് പോലും ചെയ്തിട്ടില്ല, ബ്രഷും ചെയ്ത് ഒന്ന് റെഡിയായി വന്നിട്ട് അടുത്ത ക്വസ്റ്റ്യൻ. അപ്പം രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. ഓക്കെ, ഇത് ഞാനാണെങ്കിൽ എനിക്ക് ഞാൻ പറഞ്ഞൊരു സ്ഥലത്തും ഇപ്പോൾ തുണി കേൾക്കാൻ വേണ്ടി വന്നത് കേട്ടോ. അപ്പം ഞാൻ തുണി തേച്ചുകൊണ്ട് കഥ പറയാം. അപ്പം രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തേച്ചില്ലേ പെണ്ണ്. അപ്പം ടിൻറ്റു മറിയം ആണ് ചോദിച്ചേക്കുന്നത്. ഹായ് നേഹ, കൺഗ്രാറ്റുലേഷൻസ് ഫോർ 50K. പിന്നെ ചോദിച്ചേക്കുന്നത് ബിഗ് ബോസിൽ നിന്ന് കോൾ വന്നാൽ പോകുമോ എന്നാണ് ചോദിച്ചേക്കുന്നത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ബിഗ് ബോസ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ ബിഗ് ബോസ് നന്നായി കാണുന്ന ഒരാളാണ്. ഞാൻ സീസൺ 1 തൊട്ട് നമ്മുടെ പേളി ശ്രീനിഷ് അവർ രണ്ടുപേരുടെയും പേര് തൊട്ട് അവിടെ തൊട്ട് പിന്നെ എവിടം വരെ ഇപ്പം നമ്മുടെ കഴിഞ്ഞില്ലേ അഖിൽമാരാണ്, അവിടെ വരെ ഞാൻ കണ്ടിട്ടുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് കൊറോണ കാരണം നിന്നുപോയ 2 എപ്പിസോഡായിരുന്നല്ലോ. അപ്പം അത് ആ സമയത്താണെങ്കിലും ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ബിഗ് ബോസ് നന്നായി കാണുന്ന ഒരാളാണ്, എനിക്കിഷ്ടമുള്ള ഒരാളാണ് ബിഗ് ബോസ്. അപ്പോൾ അതിൻ്റെ അകത്ത് നിന്ന് കോൾ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ പോകുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ സമയത്ത് സിറ്റുവേഷൻ അനുസരിച്ചിരിക്കും. പക്ഷെ എനിക്കിഷ്ടമാണ്. അപ്പം നിങ്ങൾ ഗ്രഹിച്ചോളൂ. എനിക്കറിയത്തില്ല, എനിക്കിഷ്ടമാണ് ബിഗ് ബോസ് എന്ന് പറയുന്ന റിയാലിറ്റി ഷോ. കുറേ പേർക്കൊന്നും ഇഷ്ടമല്ല, പക്ഷേ എനിക്കിഷ്ടമാണ്. എനിക്ക് എൻ്റർടൈനിങ് ആയിട്ടും പിന്നെ ഭയങ്കര അഡ്വഞ്ചറസ് ആയി തോന്നാറുണ്ട്. അറിയാത്ത ഒരു 18 പേര് അവരുടെ കൂടെ ഏതോ ഒരു വീട്ടിൽ പോയിട്ട് ഇങ്ങനെ നിന്ന്, ഫുഡും കുറവാണ്, ഓരോ ഗെയിംസും കളിച്ച് ജയിക്കുകയും വേണം, അങ്ങനത്തെ കുറേ പരിപാടികളാണല്ലോ. അപ്പോൾ ഭയങ്കര അഡ്വഞ്ചറസ് ആയി തോന്നണം. എനിക്ക് ഇങ്ങനത്തെ അഡ്വഞ്ചറസ് കാര്യങ്ങൾ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. ഒരു റിസ്ക് ഫാക്ടർ ഉള്ള പോലെ. അപ്പം അങ്ങനെ അതുകൊണ്ട് തന്നെ എനിക്ക് ബിഗ് ബോസ് ഇഷ്ടമാണ്. സോ അതായിരിക്കും എൻ്റെ ആൻസർ ടു ദാറ്റ്. പിന്നെ അടുത്തത് ഒരാൾ കുറേ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ഇപ്പം പുള്ളിയുടെ പേര് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ യൂസർ TS1SP8DE9X. അപ്പം പുള്ളി ഒരു 11-12 ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. എല്ലാം നല്ല സെൻസിബിൾ ക്വസ്റ്റ്യൻസാണ്, പക്ഷേ എല്ലാം റിലേറ്റഡ് ടു LLB, അഡ്വാൻറ്റേജ് ഓഫ് ബീങ് എൻ LLB സ്റ്റുഡൻറ്റ്, അല്ലെങ്കിൽ വൈ LLB, എന്താ ബീങ് എൻ LLB സ്റ്റുഡൻറ്റ്, വൈ ഡു വി നീഡ് ജെൻഡർ ന്യൂട്രൽ ലോസ് ഇൻ കൺട്രി. ഇതൊക്കെയാണ്. സോ ഇതൊക്കെ ഐ തിങ്ക് ഇതൊക്കെ ഞാൻ പറയേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്കറിയില്ല, കാരണം ഇതൊക്കെ പ്രോപ്പർ LLB ആയിട്ട് ചോദിക്കുന്നത്. ഞാൻ അഡ്വക്കേറ്റ് ആണ്, പക്ഷേ ഐ ഡോണ്ട് ഫീൽ ദ നീഡ് ടു ആൻസർ എല്ലാം. ഇതിനകത്ത് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഈ പുള്ളി എല്ലാം നല്ല അടിപൊളി ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ, ബിക്കോസ് ലൈക്ക് നല്ല സെൻസിബിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്, ഇങ്ങനെ ആലോചിച്ചിരുന്ന് എഴുതിയ ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് പുള്ളി ചോദിച്ചതാണ് എന്താ പറയുക, എന്ത് ചെയ്യത്
എന്ത് ചെയ്ത് ക്വസ്റ്റ്യൻ എന്തായിരുന്നു എനിക്ക് ഓർമ്മയുണ്ട്. ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പുള്ളി തന്നെയാണ് ചോദിച്ചത്. ഇപ്പം എന്നെ ഒരാൾ ഹോട്ടെന്ന് വിളിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഒഫെൻസീവ് ആണോ, അതെങ്ങനെ ഒഫെൻസീവ് ആവുന്നത്, നിങ്ങൾക്ക് ഒഫെൻസീവായി തോന്നാറുണ്ടോ, അത് ആ വേർഡിന് അങ്ങനെ വിളിക്കുന്നത് പ്രശ്നമാണോ എന്ന്. അപ്പോൾ പേഴ്സണലി എന്നെ ഒരാൾ ഹോട്ടെന്ന് വിളിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ ഐ എം ലുക്കിംഗ് ഹോട്ട് അല്ലെങ്കിൽ യു ആർ ലുക്കിംഗ് വെരി സെക്സി ആൻഡ് ഹോട്ട് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിപ്പം എൻ്റെ ക്ലോസ് ആയിട്ടുള്ള സർക്കിളിലുള്ള ആൾക്കാരെ പറയുന്നെങ്കിൽ എനിക്കൊരു പ്രശ്നമില്ല. ആണാണെങ്കിലും പെണ്ണാണെങ്കിലും എൻ്റെ വളരെ ക്ലോസ് ഫ്രണ്ട്സ് ആയിട്ടുള്ള ആൾക്കാരെ പറയുന്നെങ്കിൽ എനിക്കൊരു പ്രശ്നമില്ല. അല്ലെങ്കിൽ എനിക്കിപ്പോൾ ഇഷ്ടമുള്ള ഒരാളാണ് പറയുന്നതെങ്കിൽ അതൊക്കെ ആ സമയത്ത് ഒരു കോംപ്ലിമെൻ്റ് ആയിട്ടാണ് നമ്മൾ എടുക്കുക. പക്ഷെ അല്ലാണ്ട് റോട്ടിൽ കൂടെ നടന്നു പോകുമ്പോൾ സൈഡിൽ കൂടെ വന്ന് ഏച്ചിയെ ഫോട്ടായിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെനിക്ക് ഇഷ്ടപ്പെടില്ല. അപ്പോൾ ഇറ്റ് ഡിഫേഴ്സ്, ഓരോ ആൾക്കാരനുസരിച്ച് ഡിഫർ ചെയ്യും. കാരണം നമ്മളെ കോംപ്ലിമെൻ്റ് ചെയ്യുന്നത് നമുക്കിഷ്ടമുള്ള ഒരാളാകുമ്പോൾ നമുക്ക് ഇഷ്ടപ്പെടുമല്ലോ. അല്ല ഞാൻ പറഞ്ഞ പോലെ തന്നെ ഈ നാട്ടോ അല്ലെങ്കിൽ അപ്പൂപ്പന്മാരൊക്കെ വായി നോക്കിയിട്ട് മോളെ കൊള്ളാലോ സംഭവം എന്നൊക്കെ വന്ന് പറഞ്ഞു പോയി കഴിഞ്ഞാൽ എൻ്റെ പിരി ഇളകി എനിക്ക് നല്ല ദേഷ്യം വരും. അല്ലാണ്ടാണെങ്കിൽ എന്നെ ഫ്രണ്ട്സൊക്കെ ആണെങ്കിൽ എന്നെ ഹോട്ടൽ വിളിക്കാൻ എനിക്ക് പ്രശ്നം. കേട്ടൊക്കെ കഴിഞ്ഞു ഇരുത്തി കിടക്കുന്നുണ്ട്. അപ്പം ഞാൻ ഓർത്തു എന്നാൽ പിന്നെ ഇവളൊരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. ക്വസ്റ്റ്യൻ ചോദിച്ചിട്ട് ഇവളുടെ ക്വസ്റ്റ്യൻ അല്ല എന്ന് വെച്ചാൽ Q&A ഒരു ക്വസ്റ്റ്യൻ ഇവൾ ചോദിക്കട്ടെ. എൻ്റർടൈൻമെൻ്റ് ഒക്കെ ആണല്ലോ. അപ്പോൾ വാട്ട് ഇസ് ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഗുരുജി? Anaga 8688. What about your tattoo? I like that. Anaga 8688. What about my tattoos? അപ്പോൾ എനിക്ക് ഈ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്. മൈ ടാറ്റു ടോർന്ന് പറഞ്ഞിട്ട് ഞാൻ ഒന്നുകൂടെ ഇടാൻ ഓർത്തിട്ടുണ്ടായിരുന്നു. ലൈക്ക് ഫുൾ ഒന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്തിട്ട്. അപ്പോൾ എനിക്ക് 4 ടാറ്റൂസ് ഉണ്ട്. ഒന്ന് ഇതാണ്, ഇതെൻ്റെ എൻ്റെ ഡോഗാണ് ബൂഫി. പക്ഷെ ഇത് എല്ലാവരോടും ഞാൻ പറയും ഇത് കംപ്ലീറ്റഡ് അല്ലടാ, ഇത് ചുമ്മാ സ്കെച്ച് ചെയ്ത് വെച്ചേക്കുന്നതാടാ, ഇത് കംപ്ലീറ്റഡ് അല്ല. പക്ഷെ ആക്ച്വലി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സത്യാവസ്ഥയാണെങ്കിൽ ഇത് ശരിക്കും ഞാൻ ഇത് തന്നെയായിരുന്നു വരച്ചത്. പക്ഷെ ഫ്ലോപ്പ് ആയപ്പോൾ ഞാൻ പറഞ്ഞ കംപ്ലീറ്റഡ് അല്ല, കുറച്ചുകൂടി റിയലിസ്റ്റിക് ആക്കാണ്ട് എൻ്റെ ബൂഫിനെ പോലെ ആക്കാനുണ്ടെന്ന്. അപ്പോൾ അതാണ് ഒന്നാമത്തത്. പിന്നെ എനിക്കിവിടെ ട്രസ്റ്റ് പ്രോസസ്സ് എന്ന് പറഞ്ഞിട്ട് കൈൻ്റെ ഇവിടെ ഉണ്ട്, കാണത്തില്ല. പിന്നെ എനിക്കിവിടെ കോളർ ബോണിലതുണ്ടോ ഈ ടാറ്റു ഉണ്ട്. കിളിയൊക്കെ പറഞ്ഞു എന്നോട് പറയും ഇത് കാണുമ്പോൾ നിന്റെ കിളി പോയി കിടക്കണം ഫുൾ ടൈം എപ്പോഴും ചെയ്യും. പൂവും കിളിയും ഇൻഫിനിറ്റിയും കൂടെ ആയിട്ട്. പിന്നെ അബ്ഡമൻ്റെ അവിടെ അണ്ടർ ബൂബായിട്ട് ആ സൈഡിലായിട്ട് എനിക്കൊരു വിങ്ങും കൂടെ ഉണ്ട്. വിങ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു സാധനം മുകളിൽ ഇങ്ങനെ ഇതൊക്കെ ആയിട്ട്. റെജീന ചോദിച്ച വേറെ ക്വസ്റ്റ്യൻ കേസ് എന്താ അതോട് ബന്ധപ്പെട്ടില്ല. ഗേൾസ് ഡോണ്ട് ഡു ടാറ്റു. ദ ക്ലിയർ ബോഡി ഈസ് ദ ബെസ്റ്റ് അട്രാക്ഷൻ ഫോർ മെൻ. നോട്ട് ഹാപ്പനിങ്. മറ്റേ സീരിയലെ പോലെ ഗേൾസ് ഡോണ്ട് ഡു ടാറ്റു. ക്ലീൻ ബോഡിയാണ് എന്തെന്ന് ഓക്കെ. എന്നാൽ എൻ്റെ ക്ലീൻ ബോഡി ഇഷ്ടപ്പെടാത്ത മെന്നെ ഇഷ്ടപ്പെട്ടാൽ മതി. ഓക്കെ, ക്ലീൻ ബോഡി ഇഷ്ടപ്പെടുന്ന മെന്നെ സൈഡിലേക്കേ വരണ്ട. എൻ്റെ കയ്യിൽ ടാറ്റൂസ് ഒക്കെ ഉണ്ട്. മറ്റേ സാധാൻ്റെ ഞാനൊന്നും പറഞ്ഞു വരരുത്, ഞാൻ സത്യൻ്റെ കുഞ്ഞല്ല. ഓക്കെ, നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ അങ്ങനെ വിചാരിച്ചോ. ആൻഡ് റെജീന ഐ തിങ്ക് ഇറ്റ്സ് പെർസ്പെക്റ്റീവ് ആണ്. ഇഫ് യു ലൈക്ക് അങ്ങനെയാണെങ്കിൽ ഓക്കെ ഫൈൻ. ഞാൻ അങ്ങനത്തെ ഒരാളല്ല, എനിക്ക് ടാറ്റു അടിക്കുന്ന ഇഷ്ടമാണ്. സോ ഐ എം ടാറ്റു അടിക്കുന്നില്ല. അപ്പം ഞാൻ എന്നാൽ ഇവളെ ഉപേക്ഷിച്ചിട്ട് ഞാൻ അങ്ങോട്ട് പോവാണ്. യെസ്, വി ആർ റെഡി, വി ആർ ഗോയിങ് ബാക്ക്. ടാറ്റ, സീ യു, ബൈ. അപ്പൊ ഞാൻ പോകുന്ന സമയത്ത് ഈ മാഡത്തിനെ കണ്ടു. അപ്പൊ ഞാൻ ഈ മാഡത്തിനെ കൊണ്ടും കൂടെ ഒരു ക്വസ്റ്റ്യൻ ചോദിപ്പിക്കാന്ന് ഓർത്തിട്ട് ഞാൻ വന്നതാണ്. അപ്പം ഇവിടെ ഒരുത്തി കിടപ്പുണ്ട്, അവളുടെ മണ്ടയ്ക്കാണ് ഞാൻ കയറിയിരിക്കണം. ഓക്കെ, അപ്പൊ ചോദിക്കാം. വളരെ നാച്ചുറൽ ആയിട്ടല്ലേ ചോദിച്ചത്. ഞാൻ ഈ ക്വസ്റ്റ്യനിന് മുമ്പ് തൊട്ടും എന്നോട് പറഞ്ഞല്ലോ ഇതാ ചോദിക്കാൻ പോകുന്നത്, എനിക്കറിയായിരുന്നു. അപ്പൊ ഈ ക്വസ്റ്റ്യൻ ചോദിക്കാൻ പോകുന്ന സമയത്ത് എൻ്റെ ഇപ്പുറത്തിരിക്കുന്ന മാഡം പറഞ്ഞാണ് ഹാപ്പിയസ്റ്റ് മൊമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ അമ്മ എന്നെ പ്രസവിച്ചത് ആ മൊമെന്റ് ആയിരുന്നു അമ്മയ്ക്ക് സാഡസ്റ്റ് മൊമെന്റ് എന്ന്. എല്ലാം മനസ്സിലായി? ഞാൻ പറഞ്ഞ കറക്റ്റ് ആയിട്ടാണോ? നീ പറ. ഹാപ്പിയസ്റ്റ് മൊമെന്റ് എന്ന് പറയുമ്പോൾ തന്റെ അമ്മ തന്നെ പ്രസവിച്ചപ്പോൾ താൻ ഹാപ്പിയായി. പക്ഷെ ഞാൻ അറിയോ പിന്നെ ജനിച്ചു വളരുമ്പോ തൊണ്ട ഇങ്ങനെ അതെ പറ. ആന്റിക്ക് സാഡ് ആയിപ്പോയി ആ മൊമെന്റ്. നല്ല വൃത്തികെട്ട ചളിയായിരുന്നു. പക്ഷെ ഗൈസ് നിങ്ങൾ അവിടെ നിന്ന് കക്കെ ഒന്ന് ചിരിച്ചേക്ക്, ഇവക്കൊരു സമാധാനമാവട്ടെ. നിങ്ങൾ കമന്റ്സിൽ വന്നിട്ട് ഒന്ന് കുറച്ച് ചിരിക്കുക. അപ്പൊ ഇവക്കൊന്ന് ഇച്ചിരി സമാധാനമാവും. നിങ്ങൾ ആ സമാധാനം കൊടുക്കും പാവത്തിന്. ഒന്ന് തമാശ കഷ്ടപ്പെട്ട് ആലോചിച്ചൊക്കെ പറഞ്ഞതല്ലേ, നമുക്കൊന്ന് അക്നോളജ് ചെയ്തേക്കാം. ഇനി മതി. ഇനി കറക്റ്റ് കാര്യത്തിലേക്ക് വരുമ്പോ ചേച്ചി റിലേഷൻഷിപ്പ് ഒക്കെ ഇന്നലെ ഞാൻ പറഞ്ഞു, നീ അതൊക്കെ കാണണമായിരുന്നു. അതൊന്നും ചേച്ചിയുടെ റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞു വന്നിട്ടുണ്ട്.
ഹാപ്പിയസ്റ്റ് മൊമെന്റ് സാഡസ്റ്റ് മൊമെന്റ് എന്ന് പറഞ്ഞാൽ ഹാപ്പിയസ്റ്റ് മൊമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഞങ്ങൾ ഇരുന്ന് ആലോചിച്ചപ്പോൾ ഇതാണ് കിട്ടിയത്. ഈ പുറത്തൊക്കെ പോണ സമയത്ത് ഇപ്പോൾ ആൾക്കാർക്ക് റെക്കഗ്നൈസ് ചെയ്തിട്ട് ഇങ്ങനെ വന്നിട്ട് ഹലോ നിയമത്തി അല്ലേ, അപ്പോൾ കൂടെയുള്ള ഫ്രണ്ട്സ് എല്ലാം തെണ്ടുകളായതുകൊണ്ട് ക്രിഞ്ചടിപ്പിക്കും. മാഡം ഒരു സെൽഫി മാഡം എന്നൊക്കെ പറഞ്ഞ് എൻ്റെ അടുത്ത് വരും. ആര് എൻ്റെ കൂടെ ഉള്ളവർ കേട്ടോ, അല്ലാണ്ട് എനിക്ക് അറിയാത്തവരല്ല, കൂടെ ഉള്ളവർ അങ്ങനെ വന്ന് എന്നെ കളിയാക്കാറുണ്ട്. പക്ഷേ അത് കുഴപ്പമില്ല, ഞാൻ അത് എൻജോയ് ചെയ്യുന്നേ ഉള്ളൂ. പക്ഷെ അല്ലാണ്ട് എൻ്റെ അടുത്ത് ആൾക്കാർ വന്നിട്ട് സംസാരിക്കുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാവാറുണ്ട്. അതാണ് ഇപ്പോഴത്തെ കറന്റ് ആയിട്ടുള്ള ഹാപ്പിയസ്റ്റ് ആയിട്ടുള്ള മൊമെന്റ്സ് ഇൻ മൈ ലൈഫ്. സാഡ് മൊമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്താ പറഞ്ഞു കൊടുക്കുക സൗമി, എൻ്റെ സാഡ് മൊമെന്റ് ഞാൻ ഇപ്പൊ പറഞ്ഞത് രണ്ടും കൂടെ ഇനി കറക്റ്റ് ആയിട്ടൊന്ന് പറയുമോ? കറക്റ്റായിട്ട് പറയുകയാണെങ്കിൽ സാഡ് മൊമെന്റ് പറഞ്ഞാൽ ഞാൻ ഫുഡ് കഴിച്ചിട്ട് ഗിൽറ്റ് ട്രിപ്പ് ചെയ്യും. ഞാൻ ഫുഡ് കഴിച്ചല്ലോ, ദൈവമേ എന്തിനാ ഫുഡ് കഴിച്ചത്. പക്ഷെ ഫുഡ് കഴിക്കുന്ന സമയത്ത് മാട്ട കഴിക്കുകയും ചെയ്യും. അപ്പൊ ഇത് ഞാൻ ഭയങ്കരമായിട്ട് സാഡായി പോകും. ഞാനിങ്ങനെ നീ ഒന്ന് പോ, ഞാൻ ഇപ്പൊ പോവും, എനിക്ക് വേണ്ട നിങ്ങളെ. അപ്പോൾ അതാണ് സാഡ് മൊമെന്റ് എന്ന് പറയുന്നത്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നീ അവിടെ നിന്ന് കാണിക്കണം, എനിക്ക് നിന്നെ കണ്ണാടി കൂടെ കാണാൻ ഞാൻ കാണിച്ചു തുടങ്ങി, അവിടെ നിന്നൊക്കെ കാണിക്കണം കേട്ടല്ലോ. ഓക്കെ, അപ്പം സാഡ് മൊമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക്കലി എനിക്ക് ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ ഞാൻ ഫുഡ് ലൈക്ക് ഓവറായിട്ട് ചില സമയത്ത് ഞാൻ പറഞ്ഞില്ല, ഓവർ ഈറ്റ് ചെയ്യാറുണ്ട് ചില സമയത്ത്, ഈ സ്ട്രെസ്സൊക്കെ അടിക്കുന്ന സമയത്ത്. അതെൻ്റെ അടുത്ത ദിവസം ഞാൻ ഇരുന്നിട്ട് ഭയങ്കരമായിട്ടും വിഷമിക്കും. ഞാൻ എത്ര തിന്ന ഞാൻ എന്തിനാ ബോഡിയിൽ എന്തിനാണ് ഇത്ര കാണിച്ചെന്നുള്ളത്. അതെനിക്കൊന്ന് മാറ്റണമെന്നുണ്ട് കംപ്ലീറ്റ്ലി. ഇത് പ്രോസസ്സാണ്, പതുക്കെ ആവുന്നേ ഉള്ളൂ. പക്ഷെ എന്നാലും അതാണ് എനിക്ക് സാഡസ്റ്റ് മൊമെന്റ് എന്ന് പറയുന്നത്. അപ്പം നമ്മളിനി എയർപോർട്ടിലേക്ക് പോകണം. അത് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് വരെ ഞാൻ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യും. ഓക്കെ, ഞാനിപ്പം എയർപോർട്ടിലെത്തി, എന്നിട്ടിപ്പം ഇവിടെ ഇങ്ങനെ ഇരിക്കുക. അപ്പം ഞാനാണെങ്കിൽ മറ്റേ പാട്ടുകാരൻ അഫ്സലിനൊക്കെ കണ്ടത്. ഇപ്പോൾ തൊട്ടടുത്തപ്പുറത്ത് പണ്ട് പാട്ടുകാരനായിട്ടുള്ള അഫ്സൽ എന്ന് പറയുന്നൊരു സിംഗറില്ലേ, പുള്ളിനെ ഞാൻ അവിടെ കണ്ട് ആ സൈഡിൽ നിൽപ്പുണ്ടായിരുന്നു. അപ്പം ഇച്ചിരി ബഹളമൊക്കെ ഉണ്ട്. പക്ഷേ ഞാൻ ഓർത്ത് നിങ്ങളോട് വന്നിട്ട് ആൻസേഴ്സ് പറയാനും മൂക്കി കയറിയിട്ട് വീഡിയോ എടുക്കുന്ന സ്റ്റിക്കേഴ്സ് നിങ്ങൾക്ക് കേൾക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഞാൻ ഫുഡൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുമായിരുന്നു കേട്ടോ. അപ്പം ഞാൻ ഓർത്തു അടുത്ത ക്വസ്റ്റ്യൻ ഏഞ്ചൽ HM6HU ആണ് ചോദിച്ചേക്കുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇസ് യുവർ ഫേവറേറ്റ് ഡെസ്റ്റിനേഷൻ ബൈ. അപ്പോൾ എൻ്റെ ഫേവറേറ്റ് ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് ആക്ച്വലി പറഞ്ഞു കഴിഞ്ഞാൽ സ്വിറ്റ്സർലൻഡ് ആണ്. പക്ഷേ അത് ഞാൻ ഓൾറെഡി പോയിട്ടുണ്ട്. എനിക്ക് ഗ്രേറ്റ്ഫുള്ളായിട്ട് എൻ്റെ അപ്പൻ്റെ അമ്മേൻ്റെയൊക്കെ കൂടെ ഫാമിലിയുടെ കൂടെ ഞാൻ 2019 യൂറോപ്പ് ട്രിപ്പ് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ അകത്ത് അത് ഞാൻ കവർ ചെയ്തു. പക്ഷേ ഇപ്പം ഞാൻ ഡ്രീം ഡെസ്റ്റിനേഷനായിട്ട് കിടക്കുന്നത് മോൾഡിവ്സ് ആണ്. എനിക്ക് മോൾഡിവ്സ് പോകാൻ ഭയങ്കര ആഗ്രഹം, പക്ഷേ ഇതുവരെ നടന്നിട്ടില്ല. എല്ലാവരും ഹണിമൂൺ പോയാണ് ഞാൻ കാണുന്നത്. പക്ഷേ എൻ്റെ ഹണിമൂൺ വരെ എനിക്ക് വെയിറ്റ് ചെയ്യാൻ വയ്യ. സോ അതിന് മുമ്പ് എനിക്ക് പോകണമെന്നുണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇസ് ഇഷ്ടപ്പെട്ട പ്രൊഫഷൻ തന്നെയാണോ ചൂസ് ചെയ്തത്? എനിക്ക് LLB ഇഷ്ടമായിരുന്നു ചൂസ് ചെയ്യുന്ന സമയത്ത് കേട്ടോ. ഞാൻ പഠിക്കുന്ന സമയത്ത് തന്നെ എനിക്ക് LLB ഇഷ്ടമായിരുന്നു. പക്ഷേ 5 വർഷം പഠിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ഇതെൻ്റെ ഇൻട്രസ്റ്റൊക്കെ ഉണ്ട്, പക്ഷേ എന്നാലും എനിക്ക് വേറെ ഇൻട്രസ്റ്റുകളും ഉണ്ട്. സോ എനിക്ക് അതൊന്ന് എന്താ പറയുക എക്സ്പ്ലോർ ചെയ്യണം എന്ന് ഓർത്തിട്ടാണ് ഞാൻ വേറെ കാര്യങ്ങൾ ചെയ്യുന്നത്. ബിക്കോസ് എനിക്ക് പണ്ട് തൊട്ടേ ക്യാമറയുടെ മുമ്പിൽ ഫേസ് ചെയ്യാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. സോ എനിക്കൊരിക്കലും ആ ഒരു ഇത് വേണ്ട, റിഗ്രറ്റ് വേണ്ട. ഞാൻ ട്രൈ ചെയ്തില്ല, എനിക്ക് ആഗ്രഹമുള്ളൊരു സാധനം ഞാൻ വിട്ടുകൊടുത്തു എന്നുള്ള റിഗ്രറ്റ് എനിക്ക് പറ്റത്തില്ല. അതുകൊണ്ടാണ് ഞാൻ എല്ലാം പാരലായിട്ട് ചെയ്യണത്. നെക്സ്റ്റ് ലൈഫിൽ നിന്ന് പഠിച്ച ഏറ്റവും വലിയ ലെസൺ, നിങ്ങളുടെ ലൈഫിൽ നിങ്ങളല്ലാണ്ട് വേറൊരു തെണ്ടി പോലും ഉണ്ടാകത്തില്ല എന്നുള്ള ലെസനാണ് ഞാൻ പഠിച്ചേക്കുന്നത്. അതുമാത്രമല്ല ചൂസ് ചെയ്യുമ്പോൾ ഫ്രണ്ട്സിനെയൊക്കെ ചൂസ് ചെയ്യുമ്പോൾ നമ്മുടെ ഫ്രണ്ട്സ് നമ്മുടെ ലൈഫ് പാർട്ണറെ ചൂസ് ചെയ്യുമ്പോൾ വളരെ നന്നായിട്ട് ആലോചിച്ച് ചൂസ് ചെയ്യുക. ഈ ലോകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫേക്ക് ഫ്രണ്ട്സിൻ്റെ ഒരു കൂമ്പാരമാണ് ഇവിടെ ഉള്ളത്. കാരണം എല്ലാവർക്കും അവരവരുടെ ആവശ്യങ്ങൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ കഴിഞ്ഞു, അത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ കൂടെ നിന്ന് നമ്മളെ നമ്പി നിൽക്കാണ്ട് നമ്മളെ ചതിച്ചു പോകുന്ന ഫ്രണ്ട്സിനെ ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം നശിച്ചു പോകും. നാറാണക്കല്ലിൻ്റെ അടുത്ത് എത്തുമെന്നൊക്കെ പറയും, അതുപോലെ ആയിപ്പോവും. അതുകൊണ്ട് നമ്മൾ ചൂസ് ചെയ്യുമ്പോൾ നല്ല ആൾക്കാരെ ചൂസ് ചെയ്യുക, നോക്കിയും കണ്ട് പതുക്കെ ആൾക്കാരെ ട്രസ്റ്റ് ചെയ്യുക, വേഗം കയറി ട്രസ്റ്റ് ചെയ്ത്. ഈ പറയുന്നത് എനിക്കാണെങ്കിൽ ഇഷ്യൂസൊക്കെ ഉണ്ട്. പിന്നെ ലൈഫിൽ അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ നിങ്ങൾ മാത്രമേ ഉള്ളൂ, വേറെ ആരും ഉണ്ടാവില്ല. അപ്പം വേറെ ആർക്കും വേണ്ടി ഒരു പണിയെടുക്കാൻ നിൽക്കണ്ട. എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല കാര്യങ്ങൾ ചെയ്ത് കൊടുക്കുക, ഹെൽപ്ഫുൾ ആയിട്ടുള്ള. അല്ലാണ്ട് വേറെ ആൾക്കാർക്ക് വേണ്ടി മരിക്കാൻ കിടക്കേണ്ട, സ്വന്തം കാര്യം ആദ്യം നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മളങ്ങനെ ഇവിടെ എത്തി. കൊച്ചി എയർപോർട്ടിലെ ബാക്കത്തെ ലൈറ്റ്സാണ് ഗൈസ് ഇങ്ങനെ നിൽക്കുന്നത്. അപ്പോൾ കൊച്ചി എയർപോർട്ടിലെത്തി. അപ്പോൾ ഞാൻ ഓർത്തു ബാക്കി ക്വസ്റ്റ്യൻസും കൂടെ ആൻസർ ചെയ്യണം കേട്ടോ. നാടായ നാട്ടുകാർ മൊത്തം ഉണ്ട്, ഞാനിപ്പോൾ കാണിച്ചുതരാം. നാടായ നാട്ടുകാർ മൊത്തം ഉണ്ടെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ആൾക്കാരൊക്കെ തുടങ്ങി നമുക്ക് ഇവിടെ ഇങ്ങനെ പിടിക്കാം ലൈറ്റ് വരാണ്ടിരിക്കാൻ. അത്ര ലൈറ്റാണ് ഫുള്ള്. അപ്പോൾ ഞാൻ ബാക്കി ക്വസ്റ്റ്യൻസ് കൂടെ ഇവിടെ നിന്ന് ആൻസർ ചെയ്ത് നമ്മുടെ Q&A സെഷൻ നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യുകയാണ് ഗൈസ്. അപ്പം ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം വന്നതാണ്, അഡ്വാൻറ്റേജ് ഓഫ് ബീങ് എ ലോയർ, ഐ മീൻ എനി പ്രിവിലേജ് യു എൻജോയ്. അതൊരു കോമഡി ക്വസ്റ്റ്യനാണ്. ഓക്കെ, നമ്മൾ അഡ്വക്കേറ്റ് ആയതിനു ശേഷം ഇവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ കയ്യിലൊക്കെ കാറുണ്ട്. ഓക്കെ, കാറ് സ്കൂട്ടറൊക്കെ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ എപ്പോഴും ട്രാവൽ ചെയ്യുന്നത് ഒന്നെങ്കിൽ കാറിന് അല്ലെങ്കിൽ സ്കൂട്ടറിനായിരിക്കും. അപ്പം ബാംഗ്ലൂർ പോലീസുകാരെന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളെ എവിടെ കണ്ടാലും KL വണ്ടി എവിടെ കണ്ടാലും പിടിക്കണം.
അവർക്കതൊരു ത്വര പോലെയാണ്, അവർക്കത് പിടിച്ചില്ലെങ്കിൽ എന്തോ പോലെയാണ്. അപ്പോഴത്തേക്ക് KL വണ്ടി ഞങ്ങൾ എത്ര തവണ ചുമ്മാ വണ്ടി നിർത്തും, ആ പേപ്പറുണ്ടോ അതുണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ട് നേരെ വിടും. അപ്പോൾ അതുകൊണ്ട് തന്നെ അഡ്വക്കേറ്റിൻ്റെ സിമ്പിൾ ഉണ്ടെങ്കിൽ ഇവർ വണ്ടി നിർത്തത്തില്ല. അതാണ് ഞാൻ ഒരു എൻജോയ് ചെയ്യുന്നൊരു പ്രിവിലേജ് എന്ന് പറഞ്ഞാൽ അതായിരിക്കും. കാരണം ഞങ്ങൾ എന്നിട്ട് ഞങ്ങളുടെ വണ്ടിയിൽ ആ വണ്ടിയിൽ ഒരു അഡ്വക്കേറ്റ്സ് ഇല്ലെങ്കിൽ ആ വണ്ടിയുടെ ഓണർ ശരിക്കും പറഞ്ഞാൽ അഡ്വക്കേറ്റ് അല്ല. പക്ഷെ ഞങ്ങൾ ഇത്രയും അഡ്വക്കേറ്റ്സ് ആണല്ലോ ട്രാവൽ ചെയ്യുന്നത്, അതുകൊണ്ട് തന്നെ അതിൻ്റെ അകത്ത് അഡ്വക്കേറ്റിൻ്റെ സിമ്പിൾ ലോഗോ നമ്മൾ ഒട്ടിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പോലീസ് പിടിക്കത്തില്ല. അതാണ് നമ്മൾ അനുഭവിക്കുന്ന പ്രിവിലേജ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ചേച്ചി ഇപ്പം എന്തിനാ പഠിക്കുന്നതെന്ന്. ഞാൻ എന്തിനാ പഠിക്കുന്നതെന്നാണോ ചോദിച്ചത്? കുട്ടി ഏതാ പേരെന്താ? അലാന അഭിരാമിയാണ് ചോദിച്ചേക്കുന്നത്. ഞാനിപ്പം എന്തിനാ പഠിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിപ്പം LLM ചെയ്യാണ്. LLM എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാസ്റ്റർ ഓഫ് ലോ ആണ്. അഡ്വക്കേറ്റ് ആയി ഞാൻ കഴിഞ്ഞു. അഡ്വക്കേറ്റ് ആയതിനു ശേഷം പിന്നെ ഇപ്പം മാസ്റ്റർ ഓഫ് ലോ ആണ് ചെയ്യുന്നത്. മാസ്റ്റർ ഓഫ് ലോ ഇൻ കോൺസ്റ്റിറ്റ്യൂഷണൽ അഡ്മിനിസ്ട്രേറ്റീവ് ലോ ചെയ്യാണ്. അതാണ് എൻ്റെ PG ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുക. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ബൈ ദ വേ എൻ്റെ ഔട്ട്ഫിറ്റ് എങ്ങനെയുണ്ട് ഗൈസ്? എൻ്റെ മുടിയെല്ലാം പാറി കിടക്കണം. ഇപ്പം സാരമില്ല, പക്ഷേ കമ്മലല്ല രസമുണ്ടല്ലേ. നെക്സ്റ്റ് നേഹ ചേച്ചി എനിക്ക് ഫെബിന ഷംനാഥാണ് ചോദിച്ചേക്കുന്നത്. നേഹ ചേച്ചി എനിക്ക് ചേച്ചിയുടെ വീഡിയോസ് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ 7th പഠിക്കുന്നത്. ചേച്ചിയുടെ ഹോം എവിടെയാണ്? ചേച്ചിനെ കാണണമെന്ന് ആഗ്രഹമുണ്ട്. കുട്ടക്കമ്മോൺ നമുക്ക് കാണാമല്ലോ. ഞാൻ കോഴിക്കോടുകാരിയാണ്. ഞാൻ കോഴിക്കോടാണ് എൻ്റെ വീടുള്ളത്. ഞാൻ പഠിച്ചത് എവിടെയാണെന്നാണ് ചോദിച്ചേക്കുന്നത്. ഞാൻ 7th പഠിക്കുന്നത്. എൻ്റെ കുട്ട നന്നായി പഠിക്കുക. 7ാം ക്ലാസ്സിലെത്തിയിട്ടേ ഉള്ളൂ. ബാക്കി ഇനിയും കിടക്കണം ഒത്തിരി അങ്ങോട്ട്. ഞാനൊക്കെ കണ്ടില്ല ഇങ്ങനെ കഷ്ടപ്പെടുന്നത്, അതുപോലെ കഷ്ടപ്പെടരുത്. നന്നായി പഠിക്കാം. നമുക്ക് എപ്പോൾ വേണമെങ്കിലും കാണാം. ഞാൻ കോഴിക്കോട് തന്നെയുണ്ട്. നമുക്കൊരു ദിവസം എന്തായാലും മീറ്റ് ചെയ്യാം. ഓക്കെ. അയ്യോ ബഹളമാണ്. ഒരു മിനിറ്റ്. പിന്നെ വന്നേക്കുന്നൊരു ക്വസ്റ്റ്യനാണ്, ആരുടെയെങ്കിലും കയ്യിൽ നിന്ന് ബാഡ് ടച്ച് എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ടോ എന്ന്? എനിക്ക് ഉണ്ടായിട്ടുണ്ട്. നമ്മളിപ്പോൾ നോർമലി ട്രാവൽ ചെയ്യുന്ന സമയത്ത് എനിക്ക് ഉണ്ടായിട്ടുണ്ട്. ആ സമയത്തൊക്കെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഫ്രീസായി പോയിരുന്നു പണ്ട്. എന്തെങ്കിലും എവിടെയെങ്കിലും കയറി പിടിക്കുമ്പോൾ ഒക്കെ ആണെങ്കിൽ ഞാനിങ്ങനെ ഫ്രീസായി പോകും. ദൈവമേ എന്താ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല. റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ പ്രശ്നമാവും. അങ്ങനത്തെ ഒരു ഇതായിരുന്നു പണ്ട്. പക്ഷെ ഇപ്പോൾ എന്ന് പറഞ്ഞാൽ നമ്മൾ എത്ര ധൈര്യം വെച്ചു എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് അങ്ങനെ ഇൻസിഡൻറ്റ് ഉണ്ടാകുന്ന സമയത്ത് നമ്മുടെ ഫസ്റ്റ് റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ ഞാൻ ഫ്രീസായി പോകാന്നുള്ളതായിരിക്കും. എനിക്കുണ്ടായിട്ടുണ്ട്, എനിക്ക് എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ട്. എനിക്ക് അറിയാവുന്ന ആളിൽ നിന്ന് എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ട്, ബാഡ് ടച്ച് എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അതൊക്കെ മൂവ് ഓൺ ചെയ്ത് ഞാൻ ഇപ്പം എന്താ പറയുക, ഞാൻ എൻ്റെ ജീവിതം നയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ വേറെ ഒന്നും നോക്കുന്നില്ല. ഞാൻ എൻ്റെ ജീവിതം പോകുന്ന അവരായി അവരുടെ എന്തെങ്കിലും കാണിക്കട്ടെ കോപ്പ് എന്നുള്ള രീതിയിലാണ്. ഓക്കെ, അതിനെപ്പറ്റി കൂടുതൽ നമ്മൾ സംസാരിക്കാത്തതാണ് നല്ലത്. പിന്നെ കുറേ പേര് ചോദിച്ചിരിക്കും യോർ വെയിറ്റ് ആൻഡ് ഹൈറ്റ്. വെയിറ്റ് ഞാൻ പറയില്ല, ബിക്കോസ് അതിങ്ങനെ മാറിക്കൊണ്ടിരിക്കും. ഞാൻ പറഞ്ഞ് തരത്തില്ല. ഹൈറ്റ് എന്ന് പറയുന്നത് 170 cm, ദാറ്റ് ഇസ് 5'7" ആണ്. എൻ്റെ കാലിങ്ങനെ ഒരു ഏക്കർ കണക്കിനുണ്ട് ഗൈസ് എൻ്റെ കാല്. കാരണം എൻ്റെ അപ്പർ ബോഡി കുഞ്ഞാണ്, എൻ്റെ കാലൊരു ഏക്കറുണ്ട്. അതുകൊണ്ട് തന്നെ എന്നെ കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര പൊക്കം തോന്നിക്കും. ഞാൻ ആകെ കൂടെ എൻ്റെ ഹീലിട്ടത് മിസ് കേരളയുടെ സമയത്ത് മാത്രം. അല്ലെങ്കിൽ ഞാൻ ഹീൽസേ ഇടാറില്ല. കാരണം എനിക്കറിയത്തില്ല, എനിക്കെന്ത് ഹീൽസ് ഇടുന്നത് ഇഷ്ടമല്ല. ഇപ്പോഴുമല്ല പണ്ടുമല്ല. പിന്നെ ഇത് നമുക്ക് ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആക്കിയാലോ? 2 ക്വസ്റ്റ്യനും കൂടെ പറയാം. ഒന്ന്, സിനോമിനെന്തോ ലൈഫിൽ ഏറ്റവും റിഗ്രറ്റ് ചെയ്യുന്ന കാര്യം. ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ പണ്ട് എന്നെ ഒത്തിരി കുറ്റപ്പെടുത്തുമായിരുന്നു. ഞാൻ ഒന്നിനും കൊള്ളത്തില്ല, എന്നെ ആർക്കും ഇഷ്ടമല്ല, ഞാൻ എന്ത് ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞാൽ ഒത്തിരി കുറ്റപ്പെടുത്തുമായിരുന്നു. പക്ഷേ ഇപ്പം ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ അപ്പത്തെ ഞാൻ അടിപൊളിയായിരുന്നു. ഞാൻ ഭയങ്കര നല്ലതായിരുന്നു. പക്ഷെ ഞാൻ വെറുതെയാണ് എന്താ പറയുക എന്നെ കുറ്റപ്പെടുത്തി എന്നെ ഇങ്ങനെ താത്തി കെട്ടാൻ നോക്കിയായിരുന്നു. അതാണ് ഞാൻ റിഗ്രറ്റ് ചെയ്യുന്നൊരു കാര്യം. നമ്മൾ ഒരിക്കലും നമ്മളെ തന്നെ താത്തി കെട്ടി നമ്മൾ ഒന്നിനും കൊള്ളത്തില്ല നമുക്ക് തോന്നിക്കഴിഞ്ഞാൽ നമ്മൾ അങ്ങനെ തന്നെ ഇരിക്കും. നമ്മളെപ്പോഴും നമ്മുടെ നമ്പർ 1 സപ്പോർട്ട് സിസ്റ്റം ആയിരിക്കണം. പക്ഷെ ഞാൻ അങ്ങനെ ആയിരുന്നില്ല. അതാണ് ഞാൻ റിഗ്രറ്റ് ചെയ്യുന്ന കാര്യം. അതുകൊണ്ട് തന്നെ എനിക്ക് കുറേ പ്രശ്നങ്ങളുണ്ടായിട്ടുണ്ട്. അപ്പോൾ അതാണ് ഞാൻ റിഗ്രറ്റ് ചെയ്യുന്നൊരു കാര്യം. പിന്നെ ലാസ്റ്റ് ആൻഡ് സ്പൈസി ക്വസ്റ്റ്യൻ ആണ്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആൻഡ് വെരി സ്പൈസി. അലീഷ ബാബു, ഹായ് ചേച്ചി, ചേച്ചിനെ ഭയങ്കര ഇഷ്ടമാണ്. ഭയങ്കര ഇഷ്ടമാണ്. റിലേഷൻഷിപ്പ് ബ്രേക്കപ്പ് ഒക്കെ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്, ഉണ്ടെങ്കിൽ എക്സ്പീരിയൻസ് പറയാമോ? ഞാൻ ബ്രേക്കപ്പ് എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്. നല്ല ബോറായിരുന്നു, ഒന്നും പറയാനില്ല. നല്ല ബോറായിരുന്നു. എനിക്ക് കരച്ചിലും അതുപോലെ തന്നെ എനിക്ക് അങ്ങനത്തെ ഒരു വ്യക്തി അയ്യോ നമ്മുടെ ലൈഫിൽ നിന്ന് പോയി, ഇനി അങ്ങനത്തെ ഒരു വ്യക്തി ഇല്ല എന്നുള്ളൊരു തോട്ട് എനിക്ക് ഒന്ന് സ്ട്രൈക്ക് ചെയ്ത് അത് അക്സെപ്റ്റൻസ് കിട്ടാൻ കുറച്ച് സമയമെടുത്തു. നമുക്ക് പൊതുവേ ആര് വന്നു നിർത്താം. നമുക്ക് പൊതുവേ ബ്രേക്കപ്പ് ആകുമ്പോൾ ഉള്ള വലിയ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അക്സെപ്റ്റൻസ് ഇല്ല. നമ്മളെപ്പോഴും ഡിനയലിലായിരിക്കും. അങ്ങനെയൊന്നും അല്ല, അവർ ജസ്റ്റ് ബ്രേക്ക് പറഞ്ഞു പോയതായിരിക്കും, തിരിച്ചു വരും. പക്ഷെ അങ്ങനെയല്ല. നമ്മൾ ആരുടെയും ഓപ്ഷൻ ആവേണ്ട ആവശ്യമില്ല. നമ്മൾ നമ്പർ 1 പ്രയോറിറ്റി ആയിരിക്കണം ഒരാൾക്ക്. അതുപോലെ തന്നെ നമ്മളൊരാളെ ഡേറ്റ് ചെയ്യുകയാണെങ്കിൽ അയാൾ നമുക്കും ഓപ്ഷൻ അല്ല, നമുക്കൊരു പ്രയോറിറ്റി തന്നെയായിരിക്കണം. അപ്പോൾ അങ്ങനെ ഇല്ലാത്തൊരു സ്ഥലത്ത് നമ്മൾ നിൽക്കുന്നത് തന്നെ നമ്മുടെ എന്താ പറയുക നമ്മുടെ സ്റ്റാൻഡിന് പറ്റാത്തൊരു കാര്യമാണ്. സോ വാക്ക് ഔട്ട് ഓഫ് ദാറ്റ് റിലേഷൻഷിപ്പ്. പക്ഷേ ഇത് ബ്രേക്കപ്പ് ആയ സമയത്ത് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. എനിക്ക് മൂവ് ഓൺ ആകാൻ കുറച്ച് സമയമൊക്കെ എടുത്തു. പക്ഷേ ഐ കെയിം ബാക്ക് സ്ട്രോങ്ങർ. നല്ല ബാഡ് എക്സ്പീരിയൻസ് ആയിരുന്നു. അതിന് ശേഷം തന്നെയാണ് ഞാൻ പറഞ്ഞത് നമുക്ക് ആൾക്കാരെ ട്രസ്റ്റ് ചെയ്യണോ,
അറ്റാച്ച്മെൻറ്റ് ഇഷ്യൂസ് വരും. ബിക്കോസ് നമ്മൾ ആലോചിക്കുന്നത് നമ്മൾ ഇത്ര വേർത്തേ ഉള്ളൂ, നമ്മളെ ആൾക്കാർ ഇങ്ങനെ ട്രീറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ അത്രയേ ഉള്ളൂ, നമ്മൾ നല്ലത് ഡിസേർവ് ചെയ്യുന്നില്ല എന്നൊരു തോട്ട് നമ്മുടെ മനസ്സിൽ വരാൻ പാടില്ല. ബിക്കോസ് എനിക്കത് വന്നിട്ടുണ്ട് പണ്ട്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ വി ആർ ഡൺ. നമ്മൾ ആലോചിക്കും ഓക്കെ നമ്മൾ ഡിസേർവ് ചെയ്യുന്നില്ല. നമ്മൾ പിന്നെ ഏറ്റവും താഴെയുള്ള എന്താ പറയുക സ്റ്റാൻഡേർഡ്സ് ഭയങ്കര കുറച്ചിട്ട് നമ്മൾ ലൈഫിനെ കാണാൻ തുടങ്ങും. ഗേൾ കീപ് യു സ്റ്റാൻഡേർഡ്സ് അപ്പ് ദെയർ. അത്രയും സ്റ്റാൻഡേർഡ് വെച്ചോണം. നമുക്ക് സ്റ്റാൻഡേർഡ് മീറ്റ് ചെയ്യുന്ന ആളെ നമ്മൾ കെട്ടിയാൽ മതി, അല്ലെങ്കിൽ പ്രേമിച്ചാൽ മതി. നമ്മൾ ഒരിക്കലും കുനിഞ്ഞ് താഴെ സ്റ്റാൻഡേർഡ്സ് കുറയേണ്ട ആവശ്യമില്ല. അപ്പം അങ്ങനെ നമ്മുടെ Q&A പാർട്ട് 2 കഴിഞ്ഞു. അപ്പോൾ ഇനി അടുത്തൊരു Q&A നമുക്ക് ടച്ച് വുഡ് 100K വരാവുന്നതായിരിക്കും മിക്കവാറും. അതിന് മുമ്പ് തന്നെ ഞാൻ ചിലപ്പോൾ ചില വർത്തനൊക്കെ പറയാൻ വേണ്ടി വരും. അപ്പോൾ എന്തായാലും താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. എന്നെ കാണാൻ നല്ല ഭംഗിയുണ്ടെന്ന് എനിക്കറിയാം. താങ്ക് യു സോ മച്ച്. എന്നാലും ചുമ്മാ നിങ്ങളൊന്നുകൂടെ പറഞ്ഞേക്കാം. അപ്പോൾ സീ യു ഇൻ ദി നെക്സ്റ്റ് വീഡിയോ. ബൈ.